സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നസ് സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്നഹ വഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ വഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബാ മുത്തഫഖുൻ അലൈഹി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയാണ് പറയുന്നത്, അല്ലാഹുവിൻ്റെ റസൂല് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താ നബി തങ്ങളുടെ വാചകം? ഇന്നസ് സിദ്ഖ, തീർച്ചയായും സത്യം പറയുക എന്നുള്ളത്, സത്യസന്ധത. സിദ്ഖ് എന്ന് പറഞ്ഞാൽ കെദിബിൻ്റെ നേരെ ഓപ്പോസിറ്റ്, സത്യസന്ധത. ഒരാൾ സത്യസന്ധനായി ജീവിക്കുക, സത്യം മാത്രം പറയുക എന്നുള്ളൊരു സ്വഭാവമാണ് ഒരാൾക്കുള്ളതെങ്കിൽ സത്യം യഹ്ദി, അത് എത്തിച്ചേർക്കും, അത് വഴി കാണിക്കുന്നു. എങ്ങോട്ടാണ് എത്തിക്കുക? ഇലൽ ബിർരി, പുണ്യത്തിലേക്ക്. സത്യം പുണ്യത്തിലേക്കാണ് എത്തിക്കുക. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം. വഇന്നൽ ബിർറ, തീർച്ചയായും പുണ്യമോ യഹ്ദി ഇലൽ ജന്ന, കാരണം അത് സ്വർഗത്തിലേക്കാണ് വഴി കാണിക്കുക. ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും ബിർറ് ചെയ്തിട്ടുള്ള പുണ്യവാന്മാർ, അബ്റാറുകൾ, അവർ സ്വർഗീയ സുഖങ്ങളിൽ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം നന്മയിലേക്ക്, പുണ്യത്തിലേക്ക് നയിക്കുന്നു. പുണ്യങ്ങളോ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. വഇന്നർ റജുല, ഇനി ഒരു മനുഷ്യൻ ലയസ്ദുഖു, അവൻ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. ഒരാൾ സത്യസന്ധതയെ ജീവിതത്തിൻ്റെ ചിഹ്നമായി കൊണ്ടു നടക്കുന്നു. എന്തായാലും വേണ്ടില്ല, അറിഞ്ഞുകൊണ്ടൊരു നുണ ഞാൻ പറയൂല, അങ്ങനെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കുന്ന ഒരു മനുഷ്യൻ ഹത്താ യുക്തബ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ രേഖപ്പെടുത്തപ്പെടും. റബ്ബിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് പേരെഴുതുക? സിദ്ദീഖാ, സിദ്ദീഖ് എന്ന സ്ഥാനപ്പേരാണ് റബ്ബിൻ്റെ അടുക്കൽ അയാൾക്ക് കിട്ടുക. ജീവിതത്തിൽ അറിഞ്ഞിട്ടൊരു നുണ പറയാതെ, നുണ പറയാൻ വരുമ്പോഴൊക്കെ വേണ്ട, അത് ഒഴിവാക്കുക. എന്തിനാണ് ഇപ്പം ഞാനത് പറയണത് എന്ന് അള്ളാഹ്ക്ക് വേണ്ടി നാവിനെ അങ്ങ് നിയന്ത്രിച്ച് കളവിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ സത്യസന്ധത ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കിയവർ റബ്ബിൻ്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനപ്പേരെന്തായിരിക്കും? സിദ്ദീഖ്. സിദ്ദീഖീങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് പറയേണ്ടതില്ലല്ലോ. മഹാരഥന്മാരായ നബിമാരെ കഴിഞ്ഞാൽ രണ്ടാമത് എണ്ണിയത് സിദ്ദീഖീങ്ങളെയാണ് ഖുർആൻ. ആരെക്കുറിച്ച് പറഞ്ഞെടുത്ത്? ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ട് 4 കാറ്റഗറി, 4 വിഭാഗത്തെ എണ്ണിയപ്പോൾ ആദ്യം മിനൻ നബിയ്യീന, പ്രവാചകന്മാർ, വസ്സിദ്ദീഖീന, സിദ്ദീഖുകൾ, സത്യസന്ധന്മാർ, വശുഹദാ, റബ്ബിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ, വസ്സാലിഹീൻ, സുഹൃതവാന്മാരായ മറ്റു സജ്ജനങ്ങൾ എന്നിങ്ങനെ 4 വിഭാഗത്തെ പറഞ്ഞിടത്ത് നിങ്ങൾ നോക്കൂ, പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലേ, ആ ഒരു പദവി കിട്ടിയത് എങ്ങനെയാണ്? ജീവിതത്തിൽ കള്ളം പറയാതെ സൂക്ഷ്മത പാലിച്ചതുകൊണ്ടാണ്. ഇനി അതിൻ്റെ നേരെ മറിച്ചുള്ള അവസ്ഥ എന്താണ്? വഇന്നൽ കദിബ, തീർച്ചയായും കളവ് എന്ന് പറയുന്നത് എവിടേക്കാ കൊണ്ടുപോകുക? നന്മയിലേക്കല്ല കൊണ്ടുപോകുക. ഒരു കളവ് പറഞ്ഞാൽ കളവിൻ്റെ ഒരു കോമ്പല തീർക്കേണ്ടി വരും, ഒരു ചങ്ങല തന്നെ, പിന്നെ തുടർച്ചയായി അവൻ കളവ് ഇങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ആ കളവ് എത്തിക്കുക എങ്ങോട്ടാണ്? ഇലൽ ഫുജൂരി, തെമ്മാടിത്തത്തിലേക്ക്. ഫുജൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെമ്മാടിത്തം, തോന്നിവാസത്തിലേക്കാണ് എത്തിക്കുക. വഇന്നൽ ഫുജൂറ, തെമ്മാടിത്തവും തോന്നിവാസവും ഒക്കെ യഹ്ദി ഇലന്നാർ, അത് മനുഷ്യനെ എവിടെ എത്തിച്ചിട്ടേ അടങ്ങൂ? തീയിലെത്തിച്ചിട്ടേ അടങ്ങൂ, നരകത്തീയിലേക്കാവും പോവുക. ഒരിക്കൽ കളവ് പറയാനേ മനുഷ്യന് പ്രയാസം ഉണ്ടാവുള്ളൂ. ആ കളവ് വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കളവ് പറയും. ഒരു കളവ് മറക്കാൻ വേണ്ടി വീണ്ടും കളവ് പറയേണ്ടി വരും. കാരണം പിന്നെ സത്യം പറയാൻ പിന്നെ അവന് പിടുത്തം വിട്ടു, പിന്നെ അവൻ പോകുന്നത് മുഴുവനും തെമ്മാടിത്തത്തിലേക്കായിരിക്കും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മതി, സത്യം പറഞ്ഞാൽ പിന്നെ അയിമ പിടിച്ചു നിൽക്കുക. നമ്മളെപ്പോഴും സാധാരണ പറയാറില്ലേ, സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ വേറൊന്നും പറയേണ്ടി വരില്ല. നേരെ മറിച്ച് കളവാണ് പറഞ്ഞതെങ്കിലോ ആ കളവ് അങ്ങോട്ട് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു 100 നുണയാ പിന്നെ പറയേണ്ടി വരിക. അങ്ങനെ അതാണ്ട് എത്തിക്കണം എങ്ങോട്ട്? തെമ്മാടിത്തത്തിലേക്ക് എത്തിക്കും.
തെമ്മാടിത്തം അവന് പിന്നെ പല വാക്കുകൾ, പല പ്രവർത്തനങ്ങൾ, പല ഈ ചെയ്തികൾ മനുഷ്യ ജീവിതത്തിലാണ് സംഭവിച്ചു പോകും. കള്ളനായി കഴിഞ്ഞാൽ, കള്ളം പറയുന്ന സ്വഭാവക്കാരനായി കഴിഞ്ഞാൽ, നുണയനായി കഴിഞ്ഞാൽ പിന്നെ അവനെ അത് എത്തിക്കുന്നത് നരകത്തിയിലേക്കാണ്. പിന്നെയോ വൈന്നർ റജുല, തീർച്ചയായും ഒരു മനുഷ്യൻ ലയകദിബു, അവൻ കള്ളം പറയുന്നു. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ അടുക്കൽ ആ മനുഷ്യൻ രേഖപ്പെടുത്തപ്പെടും. അയാളെക്കുറിച്ച് റബ്ബിൻ്റെ അടുക്കൽ എന്താണ് രേഖപ്പെടുത്തപ്പെടുന്നത്? കദ്ദാബ, പെരും നുണയൻ, വമ്പിച്ച നുണയൻ. കദ്ദാബ് എന്ന് പറഞ്ഞാൽ, കാദിബ് എന്ന് പറഞ്ഞാൽ തന്നെ കള്ളം പറയുന്നവനാ കാദിബ്. അതിൻ്റെ സൂപ്പർ, അങ്ങേയറ്റം നുണ പറയുന്ന, ധാരാളം കള്ളം പറയുന്നവർക്കാണെന്ന് പറയാ കദ്ദാബ്. കദ്ദാബ്, വമ്പിച്ച നുണയൻ, പേരും നുണയൻ എന്നുള്ള സ്ഥാനത്തേക്കാണ് അവൻ, ആ ഒരു പ്രത്യേകമായ കുഴിയിലേക്കാണ് അവൻ വീഴുക. അത് വലിയ പാപമല്ലേ? പിന്നെ കിതാബുൽ ഫുജ്ജാർ, ഫുജ്ജാറുകളുടെ അവസ്ഥ എന്താണ്? നരകമല്ലേ? അവരുടേതായ എല്ലാം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്കല്ലേ? വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കഴിയുന്നത്ര എന്ത് ചെയ്യുക? മനഃപൂർവ്വം ഒരു കള്ളം പറയാതെ നോക്കുക. ഏതെങ്കിലും അവസ്ഥയിൽ അബദ്ധത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിൽ വാസ്തവവിരുദ്ധമായത് കടന്നുകൂടിയിട്ടുണ്ടാകാം. പക്ഷെ മനഃപൂർവ്വമായിരിക്കരുത്. ഖതകൾ, പിഴവുകളും അബദ്ധങ്ങളും ഒക്കെ മനുഷ്യ സഹജമാണ്. അറിഞ്ഞുകൊണ്ട് കളവ് പറയാ, ഒരു സംഗതി ഇല്ലാത്തത് വെറുതെ നുണ ഉണ്ടാക്കി പറയാ, അത് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പറയും. അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് സംഭവിക്കും. അതിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നൊരു മേഖലയായിട്ട് പറഞ്ഞത് ഏതാണ്? കച്ചവട രംഗത്തെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റുകളിൽ വളരെ കളവുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വസ്തു വിൽപ്പന നടത്തുമ്പോഴും മൈക്കിൽ വിളിച്ചു പറയും, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെതായ പരിസരത്ത് എല്ലാവരും കേൾക്കുന്ന നിലക്ക് ആ വസ്തുവിന് ഇല്ലാത്ത ഗുണങ്ങളും മേന്മകളും മഹിമകളും ഒക്കെയാണ് പറയുന്നത്. പലപ്പോഴും ഇന്ന് കാണുന്ന ആഡുകളിൽ, അഡ്വർടൈസ്മെന്റുകൾ, പരസ്യങ്ങൾ തന്നെ എന്തിനാണ്? ചെലവാകാത്തൊരു വസ്തു ചെലവാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലോകത്ത് പരസ്യങ്ങൾ. ആ പരസ്യങ്ങളിൽ പറയുന്നതൊക്കെ എന്തായിരിക്കും? നടക്കാത്ത സംഗതികളായിരിക്കും. ഏത് വസ്തുവാണോ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വസ്തുവിന് ഇല്ലാത്തതാണ് ആ പെരുപ്പിച്ചു പറയുന്നത്. അതൊക്കെ നുണയാണ്. ആ കച്ചവടം കൊണ്ട് തൽക്കാലം കുറച്ച് കാശൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പക്ഷേ ബറക്കത്തുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, കച്ചവടക്കാർക്ക് അള്ളാഹു സത്യസന്ധത പാലിക്കുമ്പോഴാണ് ഭൂരിക്കലഹുമാ, അവർക്ക് രണ്ടുപേർക്കും അള്ളാഹു ബറക്കത്ത് കൊടുക്കുക. അതേ അവസരത്തിൽ കള്ളം പറഞ്ഞാൽ അവരുടെ കച്ചവടത്തിന്റെ ബറക്കത്ത് അല്ലാഹു തആല മായ്ച്ചു കളയും എന്നാണ്. ഇത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. നുണ പറഞ്ഞിട്ട് 10 റുപ്യ കിട്ടിയിട്ട് ഒരു കാര്യമല്ല, ഇപ്പുറത്ത് 25 പോകും. ഇതാണ് ബറക്കത്ത് പോകുക എന്ന് പറഞ്ഞത്. നമുക്കത് ഉപകാരമില്ലാതാവുക, അങ്ങനെ നേടിയ കാശ് നമുക്ക് ഉപകരിക്കാതായി പോവുക. അതാണ് ബറക്കത്തില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നുണ പറയുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനം അത് എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ് കച്ചവട ചരക്കുകളെ കുറിച്ചുള്ള കള്ളം പറയൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണുവാനും സാധിക്കും. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന, അവൻ വിരോധിച്ചിടത്തനെന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന സ്വഭാവമുള്ള, ആ സ്വഭാവ മഹിമയുള്ള ആളുകളിൽ, സൂക്ഷ്മാലുക്കളിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും തെറ്റുകളും അവൻ്റെ മഹദായ ഫള് കൊണ്ട് പൊറുത്തു തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.